ഇനി അടുത്ത് പഠിക്കാനായിട്ടുള്ളത് മെറ്റാലോ എൻസൈംസ് ആണ്. മെറ്റാലോ എൻസൈംസ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എൻസൈംസിനെ ആഡ് ചെയ്യുവാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും എൻസൈംസിനെ ആഡ് ചെയ്യുന്നത്? എൻസൈംസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. ആ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എൻസൈംസിനെ ആഡ് ചെയ്യുക. ബേസിക്കലി നമ്മളത് എന്താ പറയുന്നത്, ബയോളജിക്കൽ റിയാക്ഷൻസിലാണ് കാറ്റലിസ്റ്റായിട്ട് നമ്മൾ എൻസൈംസിനെ ആഡ് ചെയ്യുക. അപ്പോൾ ഒരു എൻസൈംസ് എന്ന് വെച്ചാൽ അതിനകത്ത് രണ്ട് ഇത് കാണും, ഒരു പാർട്ട് കാണും ഒരു എൻസൈമിനകത്ത്. ഒന്ന് അപ്പോ എൻസൈം എന്ന് പറയുന്ന ഒരു പാർട്ടും രണ്ടാമത്തേത് കോ ഫാക്ടർ അല്ലെങ്കിൽ കോ എൻസൈംസ് എന്നായിരിക്കും അതിനെ വിളിക്കുക. അപ്പം ഒരു എൻസൈം എന്ന് വെച്ചാൽ അതിനകത്തൊരു അപ്പോ എൻസൈം പാർട്ടും കാണും, കോ ഫാക്ടർ പാർട്ടും കാണും. അതിലെ അപ്പോ എൻസൈം ഈസ് എ പ്രോട്ടീൻ പാർട്ട് ആൻഡ് കോ ഫാക്ടർ മേ ബി എ മെറ്റൽ അയോൺ ഓർ ടൈറ്റ്ലി ബൗണ്ട് ഗ്രൂപ്പ് കോൾഡ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. അതിലെ അപ്പോ എൻസൈം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പാർട്ടും രണ്ടാമത്തെ കോ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ കോ ഫാക്ടറിനെയാണ് നമ്മൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു മെറ്റൽ അയോണും പിന്നെ ഒരു ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പും കാണും. അതായത് കുറച്ച് വലുതായിട്ടുള്ള ഏതെങ്കിലും ഒരു റിങ് പോലത്തെ ഏതെങ്കിലും ഗ്രൂപ്പും അതിനുള്ളിൽ ഒരു മെറ്റൽ അയോണും കാണും. അതിനെയാണ് നമ്മൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് തന്നെയാണ് കോ ഫാക്ടറായിട്ട് അല്ലെങ്കിൽ കോ എൻസൈമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ആ ഹീം ഗ്രൂപ്പില്ലേ, നമ്മുടെ അയൺ വന്നിട്ട് 4 ഹിസ്റ്റഡിൻ ഗ്രൂപ്പിനകത്ത് 4 നൈട്രജനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന ആ ഹീം ഗ്രൂപ്പിനെയാണ് അവിടെ നമ്മൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുക. ഇനിയും എ മെറ്റൽ എൻസൈം ഈസ് വൺ ഇൻ വിച്ച് ദ മെറ്റൽ അയോൺ ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഇൻ ദ കാറ്റലിറ്റിക് പ്രോസസ്സ്. അപ്പോൾ ഒരു മെറ്റൽ എൻസൈമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് നിർബന്ധമായിട്ടും ഒരു മെറ്റൽ അയോണ് കാണണം. മെറ്റൽ എൻസൈംസ് are classified into two: enzymes with strongly bound metal ions called metallo enzymes and enzymes with dissociable metal ions referred to as metal ion activated enzymes. അതായത് ഈ മെറ്റൽ എൻസൈംസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്, മെറ്റാലോ എൻസൈംസ് എന്നും മെറ്റൽ അയോൺ ആക്ടിവേറ്റഡ് എൻസൈംസ് എന്നും. അപ്പം ഒരു കാറ്റലിറ്റിക് പ്രോസസ്സിനകത്ത് നമ്മളൊരു മെറ്റൽ എൻസൈംസിനെയാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് ആ മെറ്റൽ എൻസൈംസിനകത്ത് നിർബന്ധമായിട്ടും ഒരു മെറ്റൽ പാർട്ട് കാണണം. ആ മെറ്റൽ പാർട്ട് ആയിരിക്കണം അതിനകത്തൊരു കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കൊടുക്കുന്നതും. അപ്പം അങ്ങനെയുള്ള മെറ്റൽ എൻസൈംസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന് മെറ്റാലോ എൻസൈംസ് എന്നും രണ്ടാമത്തേത് മെറ്റൽ അയോൺ ആക്ടിവേറ്റഡ് എൻസൈംസ് എന്നും. അതിലെ മെറ്റാലോ എൻസൈംസ് എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മുടെ എൻസൈമും ആ മെറ്റലും തമ്മിൽ ഉള്ള ബോണ്ടെന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് എൻസൈം ആയിരിക്കും മെറ്റാലോ എൻസൈംസ് എന്ന് പറയുന്നത്. ഇനിയും മെറ്റൽ അയോൺ ആക്ടിവേറ്റഡ് എൻസൈംസ് ആണെങ്കിൽ അതിനകത്ത് എൻസൈമും ആ മെറ്റലും തമ്മിലുള്ള ബോണ്ടെന്ന് പറയുന്നത് ഡിസോസിയബിൾ ആയിരിക്കും. അതായത് ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ഒന്നും ആയിരിക്കില്ല, വീക്ക് ബോണ്ടായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഡിസോസിയേറ്റ് ചെയ്ത് പോകാൻ കഴിവുള്ള രീതിയിലുള്ളൊരു ബോണ്ടായിരിക്കും ഉണ്ടാവുക. ഇനിയും നമുക്ക് കുറച്ച് മെറ്റാലോ എൻസൈംസിൻ്റെ അതിൻ്റെ ഫങ്ഷൻസുമാണ് നമുക്ക് ഇനിയും പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ മെറ്റാലോ എൻസൈംസ് എന്ന് വെച്ചാൽ എൻസൈമും ആ മെറ്റലും തമ്മിലുള്ള ബോണ്ടെന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് മെറ്റാലോ എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ ഫങ്ഷൻസുമാണ് ഇനി പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ഒരു മെറ്റാലോ എൻസൈമാണ് കാർബോക്സി പെപ്റ്റിഡേസ് എ എന്ന് പറയുന്നത്. കാർബോക്സി പെപ്റ്റിഡേസ് എ ഈസ് എ സിങ്ക് മെറ്റാലോ എൻസൈം യൂഷ്വലി refers to the pancreatic exopeptidase that hydrolyzes peptide bonds of C-terminal end of a protein or peptide with aromatic or aliphatic side chains. അപ്പം ഈ കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്ന മെറ്റാലോ എൻസൈംസിനകത്ത് നമുക്ക് സിങ്ക് മെറ്റലിനെ ആയിരിക്കും കാണാനായിട്ട് പറ്റുക. സാധാരണയായിട്ട് ഈ കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്ന ഈ മെറ്റാലോ എൻസൈമിന് നമ്മൾ പാൻക്രിയാറ്റിക് എക്സോപെപ്റ്റിഡേസ് എന്ന പേരിലും കൂടി നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്തിനാണ് കാർബോക്സി എക്സോപെപ്റ്റിഡേസ് എന്ന പേരിലും കൂടെ പറയുന്നത് വെച്ചാൽ ഈ നമ്മുടെ ലോങ് ചെയിൻ ഓഫ് പ്രോട്ടീൻസിൻ്റെ പെപ്റ്റൈഡ് ബോണ്ടിനെ, അതായത് അതിനിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ബോണ്ടിനെ ഹൈഡ്രോളൈസ് ചെയ്ത് എന്ന് വെച്ചാൽ വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ബോണ്ടിനെ ക്ലീവ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഈ മെറ്റാലോ എൻസൈമിന് ഉണ്ട്. നോക്കിയേ, ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് കാണുന്ന സ്ട്രക്ചറാണ് നമ്മുടെ കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്നത്. അതിനകത്തേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്തു. ഫസ്റ്റ് നമ്മുടെ ഈ കാണുന്നതാണ് ഒരു പ്രോട്ടീൻ സ്ട്രക്ചറാണ്. അതിനകത്തേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പം
വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ കാർബോക്സി പെപ്റ്റിഡേസ് എ എന്ന് പറയുന്ന എൻസൈമിനെ കൂടി ആഡ് ചെയ്തപ്പോൾ എന്ത് പറ്റി, ലാസ്റ്റ് ടെർമിനൽ അവിടെ നിന്നും ബ്രേക്ക് ആവാൻ തുടങ്ങി. മീൻസ് ആ ലോങ് ചെയിൻ ഓഫ് പ്രോട്ടീൻ ക്ലീവ് ചെയ്ത് പോയിട്ടുണ്ട്. ദ മെറ്റാലോ എൻസൈം കാർബോക്സി പെപ്റ്റിഡേസ് എ is an exopeptidase of molecular weight of 64,472 containing one zinc ion bound to a single polypeptide chain of 307 amino acids. അതായത് ഈ മെറ്റാലോ എൻസൈമിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 34,472 ആണ്. ഇതിനകത്ത് ഒരു സിങ്ക് അയോണും 307 അമിനോ ആസിഡ്സും ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇനിയും റോൾ ഓഫ് കാർബോക്സി പെപ്റ്റിഡേസ് എ ഇൻ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസിനകത്ത് ഈ കാർബോക്സി പെപ്റ്റിഡേസ് എയുടെ റോള് എന്താണെന്ന്. Animal proteins and plant proteins present in the food are digested to the polypeptides and amino acids inside the stomach with the help of pepsin. These polypeptides and amino acids then reaches the small intestine where the polypeptides are converted into dipeptides and amino acids. This conversion is affected by the enzymes like carboxypeptidase A and carboxypeptidase B, etc. The conversion of a peptide chain by carboxypeptidase A can be shown as. അതായത് നമുക്കറിയാം പ്രോട്ടീൻസ്, അതായത് ആനിമൽസിൻ്റെ ആണെങ്കിലും ശരി പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും ശരി ഫുഡിനകത്ത് നിന്ന് നമുക്ക് ഏറ്റവും അധികം കിട്ടുന്നത് പ്രോട്ടീൻസ് ആണ്. അല്ലെങ്കിൽ ഫുഡിൽ നിന്നുമാണ് നമുക്ക് പ്രോട്ടീൻസ് കിട്ടുക. അപ്പം അത് ഈ പ്രോട്ടീൻസിന് നമ്മൾ അമിനോ ആസിഡ്സ് ആയിട്ടും അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ്സ് ആയിട്ടും ഒക്കെ സ്റ്റമക്കിനുള്ളിൽ കൺവേർട്ട് ചെയ്യുന്ന ഒരു പെപ്സിൻ എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ ഹെൽപ്പോടു കൂടിയാണ്. അപ്പം ഇങ്ങനെ വരുന്ന ഈ പോളിപെപ്റ്റൈഡ്സിനെയൊക്കെ ഡൈപെപ്റ്റൈഡ്സ് ആയിട്ടും അമിനോ ആസിഡ്സ് ആയിട്ടും ഇൻറ്റസ്റ്റൈനിൽ വെച്ച് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസ് ആണ് കാർബോക്സി പെപ്റ്റിഡേസ് എയും കാർബോക്സി പെപ്റ്റിഡേസ് ബി എന്നും പറയുന്നത്. അങ്ങനെ പെപ്റ്റൈഡ് ചെയിനിനെ അമിനോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് അവരുടെ കൊടുത്തേക്കുന്നത്. പ്രോ ലൂ ഗ്ലൂ ഫീ എന്ന് പറയുന്ന അത്രയും സെറ്റ് ഓഫ് പെപ്റ്റൈഡ്സിനെ കൺവേർട്ട് ചെയ്തിട്ട് പ്രോ ലീ ഗ്ലൂ പ്ലസ് ഫിനൈലാനിൻ എന്ന് പറയുന്ന മീൻസ് അമിനോ ആസിഡ്സ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. These products are absorbed into the body and used to synthesis of various protein necessary. Carboxypeptidase A has a vital role in the synthesis of proteins by providing the required amino acids and lower peptidase. അതായത് ശരിക്കും നമ്മുടെ ഈ പ്രൊഡക്ട്സിനെല്ലാം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിനെ സിന്തസൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കാർബോക്സി പെപ്റ്റിഡേസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതായത് പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമാണ്, ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മെറ്റാലോ എൻസൈമാണ് കാർബോക്സി പെപ്റ്റിഡേസ് എ എന്ന് പറയുന്നത്. ഇനിയും രണ്ടാമത്തെ ഒരു മെറ്റാലോ എൻസൈമിന് എക്സാമ്പിളാണ് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്നത്. കാർബോണിക് അൺഹൈഡ്രേസിനെ മറ്റൊരു പേരിലും കൂടെ നമ്മൾ പറയാറുണ്ട് കാർബണേറ്റ് ഡീഹൈഡ്രേസ് എന്ന പേരിലും കൂടെ പറയാനുണ്ട്. ഇതിനകത്തും അടങ്ങിയിരിക്കുന്ന മെറ്റൽ അയോൺ എന്ന് പറയുന്നത് സിങ്ക് തന്നെയാണ്. കാർബോണിക് അൺഹൈഡ്രേസിനകത്തും അടങ്ങിയിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത് സിങ്ക് തന്നെയാണ്. ഫോട്ടോസിന്തസിസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റാലോ എൻസൈമാണ് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്നത്. ഇനിയും ഫോട്ടോസിന്തസിസിൽ ഇത് എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രോപ്പർട്ടി ടു കൺവേർട്ട് CO2 ഇൻറ്റു എ പ്രോട്ടോൺ ആൻഡ് ബൈകാർബണേറ്റ് അയോൺ HCO3-. അതായത് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രോട്ടോണായിട്ടും ബൈകാർബണേറ്റിനെ HCO3 ബൈകാർബണേറ്റ് അയോണായിട്ടും കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? ഈ കാർബോണിക് ആൻഹൈഡ്രേസിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫോട്ടോസിന്തസിസിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. The rate of photosynthesis and carbon dioxide fixation get directly affected due to any change in the activity of carbonic anhydrase. It is the only carbon metabolism enzymes which show fluctuation in the activity among different species by various CO2 concentration in the environment. അതായത് ഈ കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ ആക്ടിവിറ്റിയിൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന ഈ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയിൽ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫിക്സേഷനിലും വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു എൻസൈമിന് മാത്രമാണ് ഓരോ സ്പീഷ്യസിലും അതിൻ്റെ ആക്ടിവിറ്റി ഫ്ലക്ച്വേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതായത് ഇതിൻ്റെ ആക്ടിവിറ്റിയിൽ എന്ത് ചേഞ്ചസ് വന്നാലും അതനുസരിച്ച് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസും കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷനിലും വേരിയേഷൻസ് വരുന്നുണ്ട്. കാർബോണിക് ആൻഹൈഡ്രേസ് ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് എൻസൈം നോൺ ഫോർ ഹൈഡ്രേറ്റിംഗ് 106 amino molecules of carbon dioxide per second.
106 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന് ഒരു സെക്കൻഡിൽ ഇതിന് ഹൈഡ്രേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അത്രത്തോളം ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന മെറ്റാലോ എൻസൈമിന് ഉള്ളത്. ദ സ്റ്റീരിയോകെമിസ്ട്രി ഓഫ് സിങ്ക് ഇൻ കാർബോണിക് അൺഹൈഡ്രേസ് ഇസ് ഷോൺ ബിലോ. അതായത് സിങ്ക് അയോണിൻ്റെ സ്റ്റീരിയോകെമിസ്ട്രി, ആ കാർബോണിക് അൺഹൈഡ്രേസിനകത്ത് സിങ്ക് അയോണിൻ്റെ സ്റ്റീരിയോകെമിസ്ട്രി എങ്ങനെയാണെന്നുള്ളതാണ് അവർ ആ ഫിഗറിൽ കൊടുത്തേക്കുന്നത്. കണ്ട, ഇസഡൻ 2+ ആയിട്ടും അതിനകത്ത് ഒരെണ്ണം ഡയറക്റ്റ്ലി ഹിസ്റ്റഡിനുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു, ഒന്ന് മുകളിലും ഒന്ന് താഴെയും. അതാണ് നമ്മൾ സോളിഡ് ലൈനും ഡാർക്ക് ലൈനും ഡോട്ടഡ് ലൈനും ഒക്കെ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് H2O മോളിക്യൂളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ ഒരു സിങ്കിൻ്റെ സ്റ്റീരിയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ഇനിയും മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ മെക്കാനിസം എന്താണെന്ന്. ദ കാർബോണിക് അൺഹൈഡ്രേസ് ആക്റ്റീവ് സൈറ്റ്സ് കണ്ടെയ്ൻ എ സിങ്ക് അയോൺ ആൻഡ് ഓൾ ഷെയർ എ സിമിലർ കാറ്റലിറ്റിക് ആക്ടിവിറ്റി. ഇൻ ദ കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈം എ സിങ്ക് പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് ഈസ് കോർഡിനേറ്റഡ് ഇൻ 3 പൊസിഷൻസ് ബൈ ഹിസ്റ്റഡിൻ സൈഡ് ചെയിൻസ്. അതായത് ഇതിനകത്തും സെൻട്രൽ മെറ്റലായിട്ട് നമ്മൾ സിങ്കാണ് കാണുന്നത്. സിങ്ക് 3 ഹിസ്റ്റഡിൻ മോളിക്യൂൾസുമായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്റഡിൻ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പുമായിട്ട് ബോണ്ട് ഫോർമേഷൻ നടത്തിയിരിക്കുന്നു. The active site of the enzyme E contains a specific pocket of CO2 which brings it closer to the hydroxide group attached to the zinc. Therefore, this causes electron-rich hydroxide ion to attack the CO2, thereby creating a bicarbonate molecule. അപ്പം ഇതിനകത്ത് ഈ CO2-നകത്ത് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു സിങ്കിന് കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടെ സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ള ഒരു സൈറ്റ് അവൈലബിൾ ആണ്. ആക്റ്റീവ് സൈറ്റിനകത്ത് ഇതെപ്പോഴും CO2 മോളിക്യൂൾസിനായിരിക്കും ഒരു പോക്കറ്റിൽ സൂക്ഷിച്ച് വെക്കുന്ന രീതിയിൽ CO2 മോളിക്യൂളിനെ ഇതെപ്പോഴും സൂക്ഷിച്ച് വെക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ഈ H2O-യുടെ അടുത്തായിട്ടായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡും ഈ H2O മോളിക്യൂളിലൂടെ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ബൈകാർബണേറ്റ് അയോൺസിനെ ഫോം ചെയ്യിപ്പിക്കുവാനായിട്ട് ഇതിന് സാധിക്കുന്നുണ്ട്. നോക്കിയാൽ എൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. H+നെ അറ്റാക്ക് ചെയ്യുന്നു, അല്ല H+ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ആരുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പോക്കറ്റിൽ CO2 അവൈലബിൾ ആണ്. ആ CO2 ആയിട്ട് ഈ അയോണ് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ബൈകാർബണേറ്റ് അയോൺസ് ആയിരിക്കും അവിടെ നിന്ന് ഫോം ചെയ്യുക. അതിൻ്റെ ഒരു സൈക്കിളും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കാർബോണിക് അൺഹൈഡ്രേസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. നമുക്കറിയാം നൈട്രജൻ ഫിക്സേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് തന്നെ നൈട്രജൻ ഫിക്സേഷൻ എന്താണെന്നുള്ളത് പഠിക്കുന്നതാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നൈട്രജൻ ഫിക്സേഷൻ. Nitrogen fixation is a process by which N2 in the air is converted into ammonia or related nitrogenous compound in the soil. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ കോമ്പൗണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ അമോണിയ ആയിട്ടോ മണ്ണിനുള്ളിൽ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നൈട്രജൻ ഫിക്സേഷൻ. ഈ നൈട്രജൻ ഫിക്സേഷൻ കാറ്റലൈസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് നൈട്രോജനേസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നൈട്രജൻ ഫിക്സേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് നൈട്രോജനേസസ് എന്ന് പറയുന്നത്. ഈ എൻസൈംസിനകത്ത് അയൺ കാണും, പിന്നെ ഒരു സെക്കൻഡ് മെറ്റൽ എന്ന രീതിയിൽ മോളിബ്ഡിനം കാണും അല്ലെങ്കിൽ വനേഡിയം കാണും. The molybdenum FeN2ase is the best studied. അതായത് നൈട്രോജനേസസ് എന്ന് പറയുന്ന എൻസൈംസിനകത്ത് സാധാരണയായിട്ട് നമുക്ക് മെയിനായിട്ടും കാണപ്പെടുന്ന ഒരു മെറ്റൽ എന്ന് പറയുന്ന അയണാണ്. അല്ലെങ്കിൽ ഒരു സെക്കൻഡറി മെറ്റൽ അയോണായിട്ട് ഒന്നെങ്കിൽ മോളിബ്ഡിനം കാണും, മോളിബ്ഡിനം അല്ലെങ്കിൽ വനേഡിയം വേണമെങ്കിലും വരാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ മോളിബ്ഡിനം FeN2ase ആണ്. അതായത് മോളിബ്ഡിനം സെക്കൻഡ് മെറ്റലായിട്ട് വരുന്ന ഒരു എക്സാമ്പിളാണ് മെയിനായിട്ടും പറയാനായിട്ടുള്ളത്. പിന്നെ 1934 ബർക്ക് എന്ന് പറയുന്ന ആളാണ് നൈട്രോജനേസ് എന്ന് പറയുന്ന ഒരു പേരൊക്കെ കണ്ടുപിടിച്ച് ഇതിന് കൊടുത്തത്. For the enzyme that catalyzes the conversion of N2 to a bioaccessible form of nitrogen, nitrogenase are enzymes that are produced by certain bacteria such as cyanobacteria or blue-green algae. ഈ ഒരു എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊരു ആൽഗയാണ്. അതിൻ്റെ പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സയനോ ബാക്ടീരിയ എന്ന പേരിൽ അത് അറിയപ്പെടും. അപ്പോൾ ആ ഒരു സർട്ടൻ ബാക്ടീരിയയ്ക്ക് മാത്രമേ ഈ നൈട്രോജനേസ് എന്ന് പറയുന്ന ഈ ഒരു എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. These enzymes are responsible for the reduction of nitrogen to ammonia. അപ്പോൾ ഈ ഒരു എൻസൈംസിന് മാത്രമേ നൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുവാനായിട്ടും സാധിക്കത്തുള്ളൂ. There are 4 types of nitrogenases in which encoded at the genetic level by a unique set of genes and each having different combination of metal at the active site.
ഈ നൈട്രോജനേസ് തന്നെ 4 ടൈപ്പിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഓരോ ടൈപ്പിലും അതിൻ്റെ ആക്റ്റീവ് സൈറ്റിലുള്ള മെറ്റൽ കോമ്പിനേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. കൂടാതെ ജീൻസിലും വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ ബേസിലാണ് 4ആയിട്ട് നമ്മൾ ഈ എൻസൈമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. The most abundant and widely studied nitrogenase group is molybdenum dependent enzyme which has an active site metallocofactor called MEFO cofactor. അപ്പോൾ ഏറ്റവും അധികം നമ്മൾ അബണ്ടൻ്റ് ആയിട്ട് ഉപയോഗിച്ചതും കൂടുതൽ സ്റ്റഡി ചെയ്തതുമായിട്ടുള്ള ഒരു നൈട്രോജനേസ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ സെക്കൻഡറി എലമെൻ്റ് ആയിട്ട് മോളിബ്ഡിനം വരുന്നതാണ്. മോളിബ്ഡിനം ഡിപ്പെൻഡൻറ്റ് എൻസൈമാണ്. അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ മെറ്റാലോ കോഫാക്ടറായിട്ട് ഇരിക്കുന്നത് FeMO കോഫാക്ടർ ആയിരിക്കും. അതായത് മോളിബ്ഡിനം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള നൈട്രോജനേസിൻ്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് FeMO കോഫാക്ടർ ആയിരിക്കും. നൈട്രോജനേസ് കണ്ടെയ്ൻ 2 പ്രോട്ടീൻസ്. ഈ നൈട്രോജനേസിനകത്ത് 2 പ്രോട്ടീൻസ് കാണാൻ പറ്റുന്നുണ്ട്. മോളിബ്ഡിനോ ഫെറിഡോക്സിൻ ആൻഡ് അസോഫെറിഡോക്സിൻ. ദ ഫോമർ ഈസ് ബിഗർ ആൻഡ് ദ ലേറ്റർ ഈസ് സ്മോൾ. The azoferridoxin has a molecular weight of 57,000 to 73,000. It has an Fe4S4 cluster. അതായത് ഈ നൈട്രോജനേസ് എൻസൈംസിനകത്ത് 2 പ്രോട്ടീൻ പാർട്സ് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഒരു പാർട്ടെന്ന് വെച്ചാൽ മോളിബ്ഡിനോ ഫെറിഡോക്സിൻ ആൻഡ് രണ്ടാമത്തേത് അസോഫെറിഡോക്സിൻ എന്ന് പറയും. ഈ മോളിബ്ഡിനോ ഫെറിഡോക്സിൻ എന്ന് വെച്ചാൽ ബിഗർ പാർട്ടും അസോഫെറിഡോക്സിൻ എന്ന് പറയുന്നത് സ്മോളർ പാർട്ടും ആയിരിക്കും. ഈ മോളിബ്ഡിനോ ഫെറിഡോക്സിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 2,20,000 ഒരു റേഞ്ചാണ്. 2,20,000 to 2,40,000 വരെ ആയിരിക്കും. കാരണം അത് ബിഗർ പാർട്ടാണല്ലോ. ഇനി അസോഫെറിഡോക്സിൻ എന്ന് പറയുന്നത് സ്മോളർ പാർട്ടാണ്. അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 57,000 to 73,000 ആയിരിക്കും. ഇനിയും അസോഫെറിഡോക്സിനകത്ത് നമുക്ക് Fe4S4 അയണും സൾഫറും കൂടെ ചേർന്നിട്ടുള്ള Fe4S4 ക്ലസ്റ്റർ ആയിരിക്കും കാണാൻ പറ്റുക. ഇനിയും the FeS cluster acts as the redox centers. The active site for dinitrogen binding involves molybdenum atom. എന്നാൽ നമുക്ക് മോളിബ്ഡിനോ ഫെറിഡോക്സിനകത്ത് നമുക്ക് FeS ക്ലസ്റ്റർ ആയിരിക്കും കാണാൻ പറ്റുക. FeS ക്ലസ്റ്റർ ആണെങ്കിൽ പോലും അവിടുത്തെ നമ്മുടെ നൈട്രജൻ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് N2 ബൈൻഡ് ചെയ്യാനായിട്ടുള്ള ആക്റ്റീവ് സൈറ്റിൽ മോളിബ്ഡിനം ആയിരിക്കും ഇരിക്കുക. The ideal reaction catalyzed by molybdenum dependent nitrogenase can be represented by the chemical equation. അതായത് ആ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നതെന്നുള്ള ഒരു ഇക്വേഷനാണ് അവിടെ കൊടുത്തേക്കുന്നത്. N2 plus 8H plus 8 electrons plus 16 mg ATP gives 2NH3 plus H2 plus 16 mg ADP plus 16 PI. അപ്പം മെയിനായിട്ട് നമ്മൾ N2നെ അമോണിയ ആയിട്ട് 2 molecules ഓഫ് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആ ഒരു പ്രോസസ്സ് ഓർത്തിരിക്കുക. പക്ഷേ എൻറ്റയർ റിയാക്ഷൻ ഇങ്ങനെയായിരിക്കും വരിക. ഇൻ അണ്ടർസ്റ്റാൻഡിങ് നൈട്രോജനേസ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഇൻക്ലൂഡിങ് ദ ഫോളോവിങ്. അതായത് നൈട്രോജനേസിൻ്റെ സ്ട്രക്ചറും ഫങ്ഷൻസും ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഇനി താഴെ പറയുന്നത്. It was determined that nitrogenase is a 2-component system composed of molybdenum iron protein also called dinitrogenase or component 1 and the electron transfer Fe protein also called dinitrogen assay reductase or compound 2. അതായത് നൈട്രോജനേസിനകത്ത് 2 കോമ്പൗണ്ട് സിസ്റ്റമാണുള്ളത്. കോമ്പൗണ്ട് 1ഉം കോമ്പൗണ്ട് 2ഉം. അതിൽ കോമ്പൗണ്ട് 1 എന്ന് പറയുന്നത് MOFE പ്രോട്ടീൻ ആയിരിക്കും. അതിനെ നമ്മൾ ഡൈനൈട്രോജനേസ് എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നു. കോമ്പൗണ്ട് 2 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ Fe പ്രോട്ടീൻ ആയിരിക്കും. അതിനെ നമ്മൾ ഡൈനൈട്രജൻ അസി റിഡക്റ്റേഴ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ നൈട്രോജനേസ് എന്ന് വെച്ചാൽ 2 കോമ്പൗണ്ട് സിസ്റ്റമായിട്ടാണ് ഇരിക്കുക. കോമ്പൗണ്ട് 1 ആൻഡ് കോമ്പൗണ്ട് 2. കോമ്പൗണ്ട് 1 എന്ന് പറഞ്ഞാൽ MOFE പ്രോട്ടീൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡൈനൈട്രോജനേസ് ആയിരിക്കും. കോമ്പൗണ്ട് 2 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ Fe പ്രോട്ടീൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡൈനൈട്രജൻ അസി റിഡക്റ്റേഴ്സ് ആയിരിക്കും. എ റെഡ്യൂസിങ് സോഴ്സ് ആൻഡ് MgATP ആർ റിക്വയർഡ് ഫോർ കറ്റാലിസിസ്. അപ്പം ഈ ഒരു എൻസൈംസ് ഉപയോഗിച്ച് കാറ്റലിസ്റ്റ് നടക്കണമെങ്കിൽ നമുക്കൊരു റെഡ്യൂസിങ് സോഴ്സ് ആവശ്യമാണ്. അതുപോലെ തന്നെ MgATP ആവശ്യമാണ്. മഗ്നീഷ്യം ATP മോളിക്യൂളിലൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള MgATP നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. Fe പ്രോട്ടീൻ ആൻഡ് MOFE പ്രോട്ടീൻ അസോസിയേറ്റ് ആൻഡ് ഡിസോസിയേറ്റ് ഇൻ ദ കാറ്റലിറ്റിക് സൈക്കിൾ ഇൻവോൾവ് സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആൻഡ് MgATP ഹൈഡ്രോളിസിസ്. ഈ Fe പ്രോട്ടീനും, അതായത് നമ്മുടെ കോമ്പൗണ്ട് 2ഉം
MOF പ്രോട്ടീൻ കോമ്പൗണ്ട് 1 കൂടെ അസോസിയേറ്റ് ചെയ്യുകയും ഡിസോസിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ പോസിബിൾ ആവുന്നു. സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നു. അതുപോലെ തന്നെ MgATP ഹൈഡ്രോളിസിസും അവിടെ നടക്കുന്നുണ്ട്. It was discovered that MOF protein consists of two metal clusters, the iron molybdenum cofactor which provides the active site for substrate binding and reduction, and P cluster involved in the electron transfer from the Fe protein to FeMO cofactor. അതായത് ഈ MOF പ്രോട്ടീനകത്ത് രണ്ട് മെറ്റൽ ക്ലസ്റ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ കോമ്പൗണ്ട് 1 ആയിട്ടുള്ള MOF പ്രോട്ടീനകത്ത് തന്നെ രണ്ട് ടൈപ്പിലുള്ള ക്ലസ്റ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ ക്ലസ്റ്റർ എന്ന് വെച്ചാൽ അയൺ മോളിബ്ഡിനിയം കോഫാക്ടറും രണ്ടാമത്തേത് P ക്ലസ്റ്ററും. ഒന്നാമത്തെ ക്ലസ്റ്റർ എന്ന് വെച്ചാൽ അയൺ മോളിബ്ഡിനിയം കോഫാക്ടറും രണ്ടാമത്തേത് P ക്ലസ്റ്ററും ആയിരിക്കും കാണാൻ പറ്റുക. ഇനി ഈ അയൺ മോളിബ്ഡിനിയം കോഫാക്ടർ എന്ന് വെച്ചാൽ അതായിരിക്കും ബൈൻഡ് ചെയ്യാനായിട്ടും റിഡക്ഷൻ നടത്താനായിട്ടുമുള്ള ആക്റ്റീവ് സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നൈട്രജന് ബൈൻഡ് ചെയ്യാനായിട്ടും റിഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ആക്റ്റീവ് സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ അയൺ മോളിബ്ഡിനിയം കോഫാക്ടർ സൈറ്റ് ആയിരിക്കും. ഇനി P ക്ലസ്റ്റർ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഫ്രം ദ Fe പ്രോട്ടീൻ ടു FeMO കോഫാക്ടർ. അതായത് Fe പ്രോട്ടീനിൽ നിന്നും FeMO കോഫാക്ടറിനകത്തേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരായിരിക്കും? ഈ P ക്ലസ്റ്റർ ആയിരിക്കും. Crystallographic structures was solved for both Fe and MOF proteins. അതായത് Fe പ്രോട്ടീനും MOF പ്രോട്ടീനും വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സൊക്കെ നമ്മൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ the alternative V and Fe type nitrogenase in which molybdenum of FeMO cofactor is replaced by vanadium or iron were discovered. ഇവിടെ മോളിബ്ഡിനിയത്തിന് പകരം നമുക്ക് വനേഡിയം അല്ലെങ്കിൽ അയൺ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ അത്തരത്തിലുള്ള നൈട്രോജനസ് എൻസൈംസിനെ നമ്മൾ ഇതിനോടകം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് മോളിബ്ഡിനിയം അടങ്ങിയിട്ടുള്ള നൈട്രോജനസ് എൻസൈമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ സ്ട്രക്ചേഴ്സും റിയാക്ഷൻസും ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്ത്. എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, നമുക്കതും വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു പോയിൻ്റാണ് ഹീമോസയാനിൻസ് എന്ന് പറയുന്നത്. ഹീമോസയാനിൻസ് ഇതും ഒരു പ്രോട്ടീൻ തന്നെയാണ്. ഹീമോസയാനിൻസ് ആർ റെസ്പിറേറ്ററി പ്രോട്ടീൻസ്. റെസ്പിറേറ്ററി പ്രോട്ടീൻസ് ആണ് ഹീമോസയാനിൻ എന്ന് പറയുന്നത്. ഇൻ ദ ഫോം ഓഫ് മെറ്റാലോ പ്രോട്ടീൻസ് കണ്ടെയ്നിങ് 2 കോപ്പർ ആറ്റംസ് ദാറ്റ് റിവേഴ്സിബിളി ബൈൻഡ് ഇൻ എ സിംഗിൾ ഓക്സിജൻ മോളിക്യൂൾ. അതായത് ഇതിനകത്ത് ഈ ഹീമോസയാനിൻ എന്ന് പറയുന്നത് ഒരു റെസ്പിറേറ്ററി പ്രോട്ടീനാണ്. ഇതിനകത്ത് നമുക്ക് ഒരു മെറ്റാലോ പ്രോട്ടീൻ തന്നെയാണിതും. അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് മെറ്റൽസിൻ്റെ കണ്ടൻറ്റ് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന മെറ്റൽ കണ്ടൻറ്റ് 2 കോപ്പർ ആറ്റംസും ഒരു O2 മോളിക്യൂളും ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. Oxygenation causes the color change between the colorless Cu1 and deoxygenated form and colorless Cu1 deoxygenated form and blue for oxygenated form. അപ്പം ഇതിനകത്ത് 2 കോപ്പർ അയോൺസ് ഉണ്ടാവും, അതിനിടയിൽ ഒരു ഓക്സിജൻ മോളിക്യൂളും ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇനി ഇത് ഓക്സിജനെ ക്യാരി ചെയ്ത് ഓക്സിജനേറ്റഡ് ഫോമിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ സമയത്ത് Cu2+ സ്റ്റേറ്റിലും അതിൻ്റെ കളറ് ബ്ലൂവും ആയിരിക്കും. ഇനി അതല്ല, ഇതിൽ നിന്നും ഓക്സിജൻ റിലീസ് ചെയ്ത് ഡീഓക്സിജനേറ്റഡ് ഫോമിലാണ് ഇരിക്കുന്നതെങ്കിൽ Cu+1 സ്റ്റേറ്റിലേക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചേഞ്ച് ആവുകയും ആ ബ്ലൂ കളർ നഷ്ടമായിട്ട് അത് കളർലെസ് ഫോമിൽ ഇരിക്കുകയും ചെയ്യും. Hemocyanins carry oxygen in the blood of the most molluscs and some arthropods including the horseshoe crab, Limulus polymephus. അതായത് ഒരുമാതിരി മൊളുസ്കസ് സ്പീഷീസിനകത്ത് ബ്ലഡിനകത്ത് ഓക്സിജനെ ക്യാരി ചെയ്യുന്നത് ഈ ഹീമോസയാനിൻസ് ആണ്. They are the second only to hemoglobin in the biological popularity of use in oxygen transport. ഹീമോഗ്ലോബിന് ശേഷം രണ്ടാമതായിട്ട് ഓക്സിജനിലെ ബ്ലഡ് ക്യാരി ചെയ്യുന്നതാണ് ഈ ഹീമോസയാനിൻസ് എന്ന് പറയുന്നത്. മൊളുസ്കസിൻ്റെ ബ്ലഡിനകത്ത് ഓക്സിജനെ ക്യാരി ചെയ്യുന്നതും ഈ ഹീമോസയാനിൻസ് ആയിരിക്കും. Unlike hemoglobin, hemocyanins are not bound to blood cells but suspended in the hemolymph. അതായത് ബ്ലഡ് സെൽസിനകത്ത് നമുക്ക് ഈ കാണാൻ പറ്റില്ല. ഹീമോസയാനിൻസിനെ ബ്ലഡ് സെൽസിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഹീമോലിംഫിനകത്ത് നമുക്ക് ഹീമോലിംഫ് എന്ന് പറയുന്ന ഒരു ഇതിനകത്തായിരിക്കും ആ ഹീമോസയാനിൻസിനെ എല്ലാം വച്ചിരിക്കുന്നത്. Although the respiratory function of hemocyanins is similar to that of hemoglobin, there are significant number of differences in its molecular structure and mechanism. Whereas hemoglobin carries its iron atoms in the porphyrin ring, the copper atom of hemocyanins are bound as prosthetic groups coordinated by histidine
residues. Species using hemocyanins for oxygen transportation are commonly crustaceans living in cold environments with low oxygen pressure. Under these circumstances, hemoglobin oxygen transportation is less efficient than hemocyanin oxygen transportation. അതായത് ഹീമോഗ്ലോബിനെ പോലെ അല്ലെങ്കിൽ എന്താ, ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പം നമ്മുടെ ആ ഒരു അയൺ അടങ്ങിയിട്ടുള്ള പ്രോസ്തറ്റിക് ഗ്രൂപ്പാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഹീമോസയനിൻ കോപ്പർ അടങ്ങിയിട്ടുള്ള പ്രോസ്തറ്റിക് ഗ്രൂപ്പായിരിക്കും ക്യാരി ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് അതിൻ്റെ ഹിസ്റ്റഡിൻ റെസിഡ്യൂസൊക്കെ ആയിട്ടായിരിക്കും സൈഡ് ചെയിൻ എല്ലാം അറ്റാച്ച് ചെയ്ത് പോയിരിക്കുന്നത്. ഇനിയും ഒരു കോൾഡ് എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ആനിമൽസിൽ അല്ലെങ്കിൽ ലിവിങ് ബീയിങ്സിലായിരിക്കും കൂടുതലായിട്ടും ഹീമോസയാനിൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. കാരണം കോൾഡ് എൻവയോൺമെൻറ്റിൽ ഓക്സിജൻ പ്രഷർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അവിടെയുള്ള ഇതിലായിരിക്കും കൂടുതലായിട്ടും ഹീമോസയാനിൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ നടത്തുക. പിന്നെ hemocyanin is made up of many individual subunit protein which is of contains 2 copper atoms and can bind 1 oxygen molecule. Subunits may be arranged in dimers or hexamers depending on species. അപ്പം ഇതിനകത്തും നമുക്ക് 2 കോപ്പർ ആറ്റംസും ഒരു ഓക്സിജൻ മോളിക്യൂളും ആയിരിക്കും കാണാൻ പറ്റുക. അതിനൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കോപ്പർ സെൻട്രൽ ആറ്റമായിട്ട് വന്നിട്ട് 4 ഹിസ്റ്റഡിൻ മോളിക്യൂൾസിൻ്റെ നൈട്രജനുമായിട്ട് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നു. അതിന് അറ്റ് എ ടൈം ഒരു ഓക്സിജനെ ആയിരിക്കും ക്യാരി ചെയ്യുവാനായിട്ടും സാധിക്കുന്നത്. അതിൻ്റെ ഓക്സിജനേറ്റഡ് ഫോം, ഡീഓക്സിജനേറ്റഡ് ഫോമിൻ്റെയൊക്കെ ഫിഗറും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും മോസ്റ്റ് ഹീമോസയനൻസ് ബൈൻഡ് വിത്ത് oxygen non-cooperatively and are roughly 1/4 as efficient as hemoglobin at transporting oxygen per amount of blood. Hemoglobin binds oxygen cooperatively due to the steric conformation changes in the protein complex, which increases hemoglobin's affinity for the oxygen when partially oxygenated. In some hemocyanins of horseshoe crabs and some other species of arthropods, cooperative binding is observed. അതായത് ഹീമോഗ്ലോബിനകത്ത് നമുക്ക് കോപ്പറേറ്റിവിറ്റി ഇഫക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ഹീമോഗ്ലോബിനകത്ത് അറ്റ് എ ടൈം നമുക്ക് 4 മോളിക്യൂൾസ് ഓഫ് ഓക്സിജനെ അതിന് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഹീമോസയനൻസിനകത്ത് അങ്ങനെ ഒരു കോപ്പറേറ്റീവ് ഇഫക്റ്റ് ഒന്നും കാണാൻ പറ്റില്ല. മാത്രമല്ല അറ്റ് എ ടൈം അതിന് 1 മോളിക്യൂൾസ് ഓഫ് ഓക്സിജനെ മാത്രമായിരിക്കും ക്യാരി ചെയ്യുവാനായിട്ടും സാധിക്കുന്നത്. എന്നാൽ ചില ആർത്രോപോഡ്സിനകത്തൊക്കെ നമുക്ക് ഈ ഒരു കോപ്പറേറ്റിവിറ്റി ഇഫക്റ്റ് ഹീമോസയനൻസിൻ്റെ കേസിൽ നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നുണ്ട്. In the case of cooperative binding, hemocyanin was arranged in protein subcomplexes of 6 units, in which one oxygen binding site binding of oxygen on one unit in the complex would increase the affinity of the neighboring units. Each hexamer complex was arranged together to form a large compounds of dozens of hexamers. In one study, cooperative binding was found to be dependent on hexamers being arranged together in the large complex, suggesting cooperative binding between hexamers. Hemocyanin oxygen binding profile is also affected by dissolved salt ion levels or pH. അതായത് ഹീമോസയാനിൻ്റെ ഓക്സിജൻ ബൈൻഡിങ് പ്രൊഫൈൽ നമ്മുടെ സോൾട്ടിൻ്റെയും അതുപോലെ തന്നെ pHൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും വരിക. പിന്നെ ഇത് ചില ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ കോപ്പറേറ്റിവിറ്റി ഇഫക്റ്റ് ഒക്കെ ഹീമോസയനൻസിനകത്ത് ഒബ്സർവ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു 6 സബ് യൂണിറ്റ്സ് ഒരു ഹെക്സാമർ പോലെയായിരിക്കും ഇരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കേസിലായിരിക്കും കൂടുതലായിട്ടും കോപ്പറേറ്റിവിറ്റി ഇഫക്റ്റ് ഒക്കെ നമുക്ക് ഹീമോസയനൻസിൻ്റെ കേസിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഹീമോസയനൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇനിയും നമുക്കുള്ളത് ഇതാണ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് മെറ്റൽ ടോക്സിസിറ്റി ബൈ ചെലേഷൻ തെറാപ്പി. മെറ്റൽ ടോക്സിസിറ്റിക്കെതിരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ബൈ ചെലേഷൻ തെറാപ്പി. നോക്കാം എന്താണെന്ന്. Some heavy metals are nutritionally essential elements playing key roles in different psychological and biological processes like iron, cobalt, zinc, copper, chromium, molybdenum, selenium and manganese, while some others are considered as potentially toxic elements in heavy amounts or certain chemical forms. അതായത് ചില എലമെൻറ്റ്സ് ചെറിയ ചെറിയ കോൺസെൻട്രേഷനിൽ നമ്മൾക്ക് ബോഡിക്ക് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ചില ഫങ്ഷൻസൊക്കെ നമുക്ക് പ്രോപ്പറായ രീതിയിൽ നടക്കത്തുള്ളൂ. എന്നാൽ ചിലത് ഹൈ കോൺസെൻട്രേഷനിൽ എത്തിക്കഴിയുമ്പോഴേക്കും അത് നമ്മുടെ ബോഡിക്ക് ഹാംഫുള്ളായിട്ട് മാറുന്നു. Nowadays, various usage of heavy elements
heavy metals in industry, agriculture, medicine and technology was led to a widespread distribution in nature, raising concerns about their effects on human health and environment. Metallic ions may interact with the cellular compounds such as DNA and nuclear proteins, leading to apoptosis and carcinogenesis arising from DNA damage and structural changes. As a result, exposure to heavy metals through injection, inhalation and dermal contact using several health problems such as cardiovascular diseases, neurological and neurobehavioral abnormalities, diabetics, normal blood abnormalities and various types of cancer. അതായത് ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ കൂടുതലും ഹെവി മെറ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മളും ഇൻഡയറക്റ്റ്ലി ആണെങ്കിൽ പോലും ഈ ഹെവി മെറ്റൽസിനോട് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കും ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് DNA, ശരിക്കും ഈ മെറ്റൽസൊക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി DNA ആയിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുക. അപ്പോൾ DNA ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ ഫുൾ അബ്നോർമാലിറ്റീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. അപ്പം കാർഡിയോവാസ്കുലർ ഡിസീസ്, ന്യൂറോളജിക്കൽ അബ്നോർമാലിറ്റീസ്, ബ്ലഡ് അബ്നോർമാലിറ്റീസ്, വേരിയസ് ടൈപ്സ് ഓഫ് ഈവൻ ക്യാൻസർ വരെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. Due to the extensive damage caused by heavy metal poisoning on various organelles of the body, the investigation and identification of therapeutic methods for poisoning with heavy metals is very important. The most common method for removal of heavy metals from the body is the administration of chemical chelators. അതായത് നമ്മുടെ ഹെവി മെറ്റൽസിനെ നമുക്ക് ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ അത്രത്തോളം ആവശ്യമായിട്ട് വരുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന പല അബ്നോർമാലിറ്റീസും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെവി മെറ്റൽസിനെ നമ്മുടെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കെമിക്കൽ ചെലേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹെവി മെറ്റൽസിനെ റിമൂവ് ചെയ്യുക. നോക്കാം. Chelation therapy is preferred medical treatment for reducing the toxic effects of metals. Chelating agents are capable of binding to toxic metals ions to form complex structures which are easily excreted from the body, removing them from extracellular or intracellular spaces. അപ്പം ഈ ചെലേഷൻ തെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെലേറ്റിംഗ് ഏജൻസിനെ നമ്മുടെ ബോഡിയിലുള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ചെലേറ്റിംഗ് ഏജൻറ്റ് നമ്മുടെ ബോഡിയിലുള്ള ഹെവി മെറ്റൽസുമായിട്ട് പോയിട്ട് ബോണ്ട് ഫോർമേഷൻ നടക്കും. അങ്ങനെ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ഫോം ചെയ്യും. ആ കോംപ്ലക്സ് സ്ട്രക്ചറിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യുവാനായിട്ട് സാധിക്കും. Characteristics of an ideal chelating agent for better chelation for heavy metals. അതായത് നമ്മൾ ചെലേഷൻ തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐഡിയൽ ചെലേറ്റിംഗ് ഏജൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഗ്രേറ്റർ അഫിനിറ്റി, ലോ ടോക്സിസിറ്റി, എബിലിറ്റി ടു കോമ്പീറ്റ് വിത്ത് നാച്ചുറൽ ചെലേറ്റേഴ്സ്. അതായത് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ചെലേറ്റേഴ്സിനോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കണം. മീൻസ് അവയെ കഴിഞ്ഞും കൂടുതൽ പെർഫോമൻസ് കാണിക്കണം. എബിലിറ്റി ടു പെനട്രേറ്റ് സെൽ മെംബ്രെയിൻസ്. സെല്ലിനകത്തേക്ക് വളരെ ഈസി ആയിട്ട് കയറിപ്പോകാൻ പറ്റണം. റാപ്പിഡ് എലിമിനേഷൻ ഓഫ് ദ ടോക്സിക് മെറ്റൽ. അതായത് വളരെ പെട്ടെന്ന് തന്നെ ടോക്സിക് മെറ്റലിനെ എലിമിനേറ്റ് ചെയ്യുക. ഹൈ വാട്ടർ സോലബിലിറ്റി. വെള്ളത്തിൽ നല്ലതുപോലെ സോലബിൾ ആയിരിക്കണം. കപ്പാസിറ്റി ടു ഫോം നോൺ ടോക്സിക് കോംപ്ലക്സ്. അപ്പോൾ ഹെവി മെറ്റൽസുമായിട്ട് ഇതൊരു കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് നോൺ ടോക്സിക് ആയിരിക്കണം. അപ്പോൾ അതും ടോക്സിക് ആയാൽ ഗുണമില്ലാണ്ടാവില്ല. അപ്പോൾ നോൺ ടോക്സിക് ആയിട്ടുള്ള കോംപ്ലക്സ് വേണം ഇത് ഫോം ചെയ്യാനായിട്ട്. സെയിം ഡിസ്ട്രിബ്യൂഷൻ ആസ് എ മെറ്റൽ. അതായത് മെറ്റൽ എന്തോരം ക്വാണ്ടിറ്റിയിലുണ്ടോ അത്രയും ക്വാണ്ടിറ്റിയിൽ തന്നെ ഈ ചെലേറ്റിംഗ് ഏജൻറ്റും വേണം. സെയിം ക്വാണ്ടിറ്റി ആയിരിക്കണം. കാൽസ്യം ഡൈസോഡിയം എത്തിലീൻ diamine tetraacetic acid is the commonly used chelating agent. It is a derivative of ethylene diamine tetraacetic acid. അതായത് EDTA ഒരു ഡെറിവേറ്റീവായിട്ട് നമ്മൾ കണ്ടുപിടിച്ചെടുത്ത ഒരു ചെലേറ്റിംഗ് ഏജൻ്റാണ് എത്തിലിൻ ഡയാമൈൻ ടെട്രാഅസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. കാൽസ്യം ഡൈസോഡിയം എത്തിലിൻ ഡയാമൈൻ ടെട്രാഅസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് CaN2-EDT എന്ന് പറയും. അത് സാധാരണയായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെലേറ്റിംഗ് ഏജൻ്റാണ്. EDTAക്കകത്തു നിന്നുമാണ് അത് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഡ്രഗ് ഹാസ് ബീൻ ക്ലെയിം ബെനിഫിഷ്യൽ ഇൻ വാസ്കുലർ ഡിസീസസ്. അതായത് വാസ്കുലർ ഡിസീസിലാണ് നമ്മൾ ഈ ഒരു അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നിടത്താണ് ഈ ഒരു ചെലേറ്റിംഗ് ഏജൻറ്റ് ഉപയോഗിക്കുന്നത്. കാൽസ്യം ഓർ സിങ്ക് ട്രൈസോഡിയം diethylene triamine pentacetate DTPA or zinc Na3 DTPA respectively has been used against the plutonium and other transuranic elements like californium, americium and curium. The drug is effective against cobalt and zinc poisoning. അതായത് മറ്റൊരു ചെലേറ്റിംഗ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് കാൽസ്യം ഓർ സിങ്ക് ട്രൈസോഡിയം ഡൈഎത്തിലീൻ ട്രൈഅമൈൻ പെൻറ്റാഅസറ്റേറ്റ്. അതിന് നമ്മൾ DTPA എന്ന് CaNa3 DTPA അല്ലെങ്കിൽ സിങ്ക് Na3 DTPA എന്ന് പറയും. ഈ ഒരു ഡ്രഗ് കൊബാൾട്ടും സിങ്ക് പോയിസണിങ്ങും എതിരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
Gold is used in the treatment of rheumatoid arthritis and other pneumatic diseases. Chelation therapy may be used in persons with gold toxicity. അതുപോലെ ഗോൾഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂമാറ്റോയിഡ് ആർത്രൈറ്റിസും അതുപോലെ തന്നെ ന്യൂമാറ്റിക് ഡിസീസിനുമെതിരെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഗോൾഡ് ടോക്സിസിറ്റി ഉള്ള പേഴ്സൺസിന് എതിരെ നമുക്ക് ചെലേഷൻ തെറാപ്പി ഉപയോഗിക്കാം. Chelation therapy may be indicated in copper toxicity. For copper toxicity due to the ingesting grams of copper, prompt gastric leavage followed by daily intramuscular injections of dermacaprol may prevent death. The oral chelating drug penicillamine binds copper, facilitating its excretion and may promote excretion of copper absorbed from burned skin. Chronological oral chelation therapy may be necessary in persons with inherent chronic copper toxicity. അതായത് നമ്മൾ കോപ്പർ ടോക്സിസിറ്റി കാരണം വരുന്ന ഒരു അസുഖത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിൽസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ, അതായത് കോപ്പർ ടോക്സിസിറ്റി കൂടുതലായിട്ട് വരുന്നതിനെതിരെയും നമുക്ക് ഈ ചെലേഷൻ തെറാപ്പി ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരുപാട് ഗ്രാംസ് ഓഫ് കോപ്പർ നമുക്ക് ആവശ്യമാണ്, പക്ഷേ ഒരുപാട് ഹൈ കോൺസെൻട്രേഷനിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പെനിസിലമീൻ എന്ന് പറയുന്ന ഒരു ചെലേറ്റിംഗ് ഡ്രഗ് നമ്മൾ ഓറലി കഴിച്ചു കഴിഞ്ഞാൽ കോപ്പറുമായിട്ട് അത് അല്ലെങ്കിൽ കോപ്പറിനെ അത് ബൈൻഡ് ചെയ്തിട്ട് കോംപ്ലക്സ് ഫോം ചെയ്ത് ബോഡിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുവാനായിട്ട് പറ്റും. ഇനിയും ബെനിഫിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് ഓഫ് ചെലേഷൻ തെറാപ്പി. ഇനി ഇത്രയും പറഞ്ഞ ഈ ചെലേഷൻ തെറാപ്പിയുടെ ബെനിഫിറ്റ്സും ഡ്രോബാക്സും എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് അതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. ഇഫക്റ്റീവ് എഗനസ്റ്റ് അക്യൂട്ട് പോയ്സണിങ്, ഫോം നോൺ ടോക്സിക് കോംപ്ലക്സസ്, റിമൂവ് മെറ്റൽ ഫ്രം സോഫ്റ്റ് ടിഷ്യൂസ്, ഓറൽ തെറാപ്പി ഈസ് അവൈലബിൾ. അതായത് വളരെ അക്യൂട്ടായിട്ടുള്ള പോയ്സണിങ്ങിനെതിരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നോൺ ടോക്സിക് കോംപ്ലക്സുകളായിരിക്കും ഇത് ഫോം ചെയ്യുക. പിന്നെ സോഫ്റ്റ് ടിഷ്യൂസിൽ നിന്നെല്ലാം മെറ്റൽ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓറൽ തെറാപ്പി മീൻസ് നമ്മൾ ഉള്ളിലൂടെ കഴിച്ചുള്ള തെറാപ്പിയും അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ ഡ്രോബാക്സ് എന്താണെന്ന് വെച്ചാൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോക്സിക് മെറ്റൽ, എസെൻഷ്യൽ മെറ്റൽ ലോസ്, നോ റിമൂവൽ ഓഫ് മെറ്റൽ ഫ്രം ഇൻട്രാസെല്ലുലാർ സൈറ്റ്സ്. അതായത് ഇൻട്രാസെല്ലുലാർ സൈറ്റ്സിൽ നിന്ന് മെറ്റൽസിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മളിപ്പം കോപ്പർ എന്ന് പറയുന്ന ഒരു മെറ്റലിനെതിരെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കോപ്പറിനെ എല്ലാത്തിനെയും അത് ബൈൻഡ് ചെയ്തിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യും. പക്ഷേ കുറച്ച് എമൗണ്ട് ഓഫ് കോപ്പർ നമുക്ക് ആവശ്യമാണ്. അപ്പം ഒരു പെർട്ടിക്കുലർ എമൗണ്ടിലായിരിക്കില്ല. അപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റൽ ലോസും അവിടെ സംഭവിക്കാം. ഹെപ്പാറ്റോടോക്സിസിറ്റി ആൻഡ് നെഫ്രോടോക്സിസിറ്റി. ഹെപ്പാറ്റോടോക്സിസിറ്റിയും നെഫ്രോടോക്സിസിറ്റിയൊക്കെ ഉണ്ടാവും. പുവർ ക്ലിനിക്കൽ ക്ലിനിക്കലായിട്ടുള്ള റിക്കവറിയൊക്കെ വളരെ കുറവാണ്. പ്രോ ഓക്സിഡൻറ്റ് ഇഫക്ട്സ്, DTPA, ഹെഡേക്ക്, നോസിയ, ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നോസിയ, ഹെഡേക്ക്, DTPA ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഈ ചെലേഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഡ്രോബാക്സ് ആണ്. അപ്പം ഡ്രോബാക്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഹൈ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷനിൽ മാത്രം ഇത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊരു ചെലേഷൻ തെറാപ്പീസൊക്കെ എടുക്കാനായിട്ട് പോകത്തുള്ളൂ. കാരണം ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിന് ഡ്രോബാക്സും ഉണ്ട്. ഇനിയുള്ളതാണ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ്. ആൻറ്റി ക്യാൻസർ or chemotherapy drugs are chemicals that are denaturate cancer cells by arresting their growth. Though anti-cancer drugs affect dividing cancer cells, normal cells are also affected in the course of event. The most affected cells are bone marrow, gonads, gastrointestinal tract and skin. In addition to the above organs, liver and kidney may affect it since they are organs of metabolism or target organs of toxicity. അതായത് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് അല്ലെങ്കിൽ കീമോതെറാപ്പി ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻസർ സെൽസിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇത് ക്യാൻസർ സെൽസിനെ മാത്രമായിരിക്കില്ല അഫക്റ്റ് ചെയ്യുന്നത്, നോർമൽ സെൽസിനെ കൂടി അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല സെൽസിനെയും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ വരുന്ന ഒരു ആൻറ്റി ക്യാൻസർ ഡ്രഗാണ് സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നത്. The discovery of anti-cancer activity of cis-diamine dichloroplatinum or platinol or cisplatin in the 1960s and the subsequent clinical success generated interest in the use of metal compounds in cancer treatment. Cisplatin is a heavy metal complex containing a central atom of platinum surrounded by 2 chlorine atoms and 2 ammonia molecules in the cis position. അതായത്
സിസ്പ്ലാറ്റിൻ എന്ന് വെച്ചാൽ ഒരു ഹെവി മെറ്റൽ കോംപ്ലക്സ് തന്നെയാണ്. അതിൻ്റെ സെൻട്രൽ ആറ്റമായിട്ട് നമുക്ക് പ്ലാറ്റിനം ആയിരിക്കും ഉണ്ടാവുക. അതിൽ 2 ക്ലോറൈഡ് ആറ്റംസും 2 അമോണിയ മോളിക്യൂൾസും സിസ് പൊസിഷനിലായിട്ടായിരിക്കും. സിസ് പൊസിഷനിലായിട്ട് ഒരേ സൈഡിൽ 2 ക്ലോറിനും ഒരേ സൈഡിൽ 2 അമോണിയം വന്നിട്ട് സിസ് പൊസിഷനിലായിട്ടായിരിക്കും ഇതിനകത്ത് ക്ലോറിനും അമോണിയം ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ ഇതൊരു ആൻറ്റി ക്യാൻസർ ഡ്രഗാണ്. ഇതിനെ നമ്മൾ പ്ലാറ്റിനോൾ, സിസ് പ്ലാറ്റിൻ, അതുപോലെ സിസ് ഡൈഅമൈൻ ഡൈക്ലോറോ പ്ലാറ്റിനം എന്നിങ്ങനെ എല്ലാ പേരിലും ഇതിനെ അറിയപ്പെടാറുണ്ട്. ഇത് വളരെ ക്യാൻസർ തെറാപ്പിയിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രഗായിട്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ഇൻട്രാവേനസ്ലി ആൻഡ് ഈസ് ഫൗണ്ട് മോസ്റ്റ് എക്സ്റ്റെൻസീവ്ലി ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ chemotherapeutic agents used. Applications are testicular, ovarian, lungs, bladder, cervical cancers as well as tumors in the head, neck region. അതായത് നമ്മൾ ഇഞ്ചക്ഷൻ വഴിയായിരിക്കും ഈ ഒരു ഡ്രഗിനെ നമ്മുടെ ബോഡിയിലുള്ളിലേക്ക് എടുക്കുന്നത്. ഓറലി നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ടെസ്റ്റിക്കുലർ, ഓവേറിയൻ, ലങ്, ബ്ലാഡർ, സെർവിക്കൽ ക്യാൻസർ അങ്ങനെയുള്ളിടത്തൊക്കെ ആയിരിക്കും നമ്മൾ സിസ്പ്ലാറ്റിൻ ഉപയോഗിക്കുക. ഈവൻ ഹെഡിലുള്ള ട്യൂമേഴ്സിനെതിരെയും ഉപയോഗിക്കാൻ പറ്റും, നെക്ക് പൊസിഷനിലൊക്കെ. സിസ്പ്ലാറ്റിൻ ഡു നോട്ട് വർക്ക് ഓൺലി ഓൺ ഫാസ്റ്റ് ഗ്രോവിങ് ട്യൂമേഴ്സ് ബട്ട് സം എക്സ്റ്റെൻഡ് ഇൻ ഹെൽത്ത് ബോഡി ടിഷ്യൂസ്. അതായത് ഒരുമാതിരിപ്പെട്ട എല്ലാ ട്യൂമേഴ്സിനെതിരെയും ഈ സിസ്പ്ലാറ്റിൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ സിസ്പ്ലാറ്റിൻ തന്നെയാണ്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ ഒരു ആൻറ്റി ക്യാൻസർ ഡ്രഗാണ് കാർബോപ്ലാറ്റിൻ എന്ന് പറയും. Carboplatin or paraplatin or cis-diamine 1,1-cyclobutane carboxylate of platinum 2 is a chemotherapeutic drug used for cancers of ovaries, lungs, head and neck. അതായത് കാർബോപ്ലാറ്റിൻ, പാരാപ്ലാറ്റിൻ അല്ലെങ്കിൽ സിസ് ഡയാമൈൻ 1,1-cyclobutane carboxylate of platinum 2 എല്ലാ പേരിലും ഈ കാർബോപ്ലാറ്റിൻ അറിയപ്പെടുന്നു. ഇതും നമ്മുടെ ഓവറീസ്, ലങ്സ്, ഹെഡ് ആൻഡ് നെക്കിൽ വരുന്ന ക്യാൻസേഴ്സിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആൻറ്റി ക്യാൻസർ ഡ്രഗാണ്. കാർബോപ്ലാറ്റിൻ ഈസ് എൻ അനലോഗസ് ഓഫ് സിസ്പ്ലാറ്റിൻ. Like cisplatin, it contains a platinum atom surrounded by a plane of 2 ammonia groups and 2 other ligands in the cis positions. The other 2 ligands in carboplatin are present ring structures rather than 2 cyclo atoms in cisplatin. അതായത് സിസ്പ്ലാറ്റിൻ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഈ കാർബോപ്ലാറ്റിൻ്റെയും ഒരു സ്ട്രക്ചർ വരുന്നത്. പക്ഷേ സിസ്പ്ലാറ്റിനിൽ ഒരു സൈഡിൽ സിസ് പൊസിഷനിൽ 2 അമോണിയ മോളിക്യൂൾസും അടുത്തടുത്ത് 2 ക്ലോറിൻ മോളിക്യൂൾസും ആയിരുന്നു. അപ്പോൾ ഇവിടെ അമോണിയ മോളിക്യൂൾസ് ഉണ്ട്, പക്ഷേ ക്ലോറിൻ മോളിക്യൂൾസിന് പകരം ഒരു 2 ലിഗാൻസ് ആണ് വന്നിരിക്കുന്നത്. 2 ലിഗാൻസ്, ഒരു വലിയൊരു അത്യാവശ്യം കോംപ്ലക്സ് സ്ട്രക്ചറുള്ള 2 ലിഗാൻസ് ആണ് വരുന്നത്. ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു സൈഡിൽ 2 അമോണിയ മോളിക്യൂൾസും അടുത്തടുത്ത് 2 ലിഗാൻസ് ആണ് ബൈൻഡ് ചെയ്ത് വന്നിരിക്കുന്നത്. സെൻട്രൽ ആറ്റമായിട്ട് പ്ലാറ്റിനം തന്നെയായിരിക്കും ഉണ്ടാവുക. The difference makes carboplatin more stable and less nephrotoxicity, neurotoxicity and ototoxicity and hematogenesis. The exact metabolism for action of carboplatin is not known. Carboplatin undergoes intracellular activation to form reactive platinum complexes which are believed to inhibit DNA synthesis by forming intestine and interstitial close-linking of DNA molecules. Carboplatin is a radiation sensitizing agent. It is a cell cycle phase നോൺ സ്പെസിഫിക്. അതായത് ഒരു ശരിക്കും ഈ കാർബോപ്ലാറ്റിൻ മോർ സ്റ്റേബിൾ ആയിരിക്കും. കാർബോപ്ലാറ്റിൻ എന്ന് പറയുന്നത് മോർ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഡ്രഗ് ആയിരിക്കും. അതുപോലെ തന്നെ നെഫ്രോടോക്സിസിറ്റി, ന്യൂറോടോക്സിസിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ എക്സാക്ട് മെക്കാനിസം എന്തുവാണെന്നുള്ളത് ഇതുവരെയും നമുക്ക് അറിയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് വിചാരിക്കുന്നത് ഇത് ഉള്ളിൽ പോയിട്ട് ആക്റ്റീവായിട്ടുള്ള പ്ലാറ്റിനം കോംപ്ലക്സുകൾ ഫോം ചെയ്യുകയും അത് DNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ മെക്കാനിസം എന്നാണ് മെഡിക്കൽ സയൻസ് വിചാരിക്കുന്നത്. പക്ഷേ എക്സാക്റ്റ് ആയിട്ടുള്ള മെക്കാനിസം എന്താണെന്നുള്ളത് ഇതുവരെ അറിയില്ല. പിന്നെ ഇതൊരു റേഡിയേഷൻ സെൻസിറ്റൈസിങ് ഏജൻ്റാണ് കാർബോപ്ലാറ്റിൻ എന്ന് പറയുന്നത്. ഒരു സൈക്കിൾ ഫേസ് നോൺ സ്പെസിഫിക്. അതെന്താ സെൽ സൈക്കിൾ ഫേസ് നോൺ സ്പെസിഫിക്. അതായത് ഇതിൻ്റെ ഒരു ഇത് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സെൽ സൈക്കിൾ എന്താണെന്നുള്ളതും ഇതുവരെ അറിയില്ല. അപ്പം ഇതാണ് കാർബോപ്ലാറ്റിനെ പറ്റിയിട്ട് ഉള്ളത്. അപ്പം 2 ക്യാൻസർ ഡ്രഗ്സിനെ പറ്റിയിട്ടും പഠിക്കാനുണ്ട്, സിസ്പ്ലാറ്റിൻ ആൻഡ് കാർബോപ്ലാറ്റിൻ. രണ്ടിൻ്റെയും സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ രണ്ടിൻ്റെയും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതും ഇവിടെ നിന്ന് ഓർത്ത് വെക്കുക. സ്ട്രക്ചേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത്, ബയോ ഇൻഓർഗാനിക് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അറ്റ്ലീസ്റ്റ് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് നോക്കി വായിച്ച് പഠിച്ചിട്ട് പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.